മൈൻഡിന്റെയും. ആക്സിസ് മൈൻഡിയാണ് 78 മുതൽ 90 വരെ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് മജോറിറ്റി പറയുന്നത് ആകെ ആക്സിസ് മൈ ഇന്ത്യയാണ്. മനോരമയുടെ എക്സിറ്റ് പോളും പ്രവചിച്ചിട്ടുണ്ട്. മനോരമയുടെ എക്സിറ്റ് പോളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അബ്സേർഡ് ആയിരുന്നു, വിചിത്രമായിട്ടുള്ള എക്സിറ്റ് പോൾ ആയിരുന്നു. അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്റെ മുമ്പിൽ ഏതാണ്ട് 10-12 പ്രോ ഇൻസൈറ്റ് മുതൽ മാട്രിക്സ് വരെയുള്ള ആളുകളുടെ എക്സിറ്റ് പോളിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 15ഓളം ആളുകളുടെ ഉണ്ട്, ജെർണോമീർ, ഇതുപോലെ തന്നെ ചാണക്യ സ്ട്രാറ്റജീസ്, ഇതുപോലെയുള്ള ആളുകളുടെ അടക്കം. ഈ 15-16 എക്സിറ്റ് പോളുകളിലും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50-58 സീറ്റുകൾ മുതൽ ഏതാണ്ട് 68-69 സീറ്റുകൾ വരെയാണ് LDF പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുറവ് എന്ത് ചെയ്തേക്കാം, 50, 55, 58 സീറ്റുകൾ വന്നേക്കാം, കൂടുതൽ എന്ത് വന്നേക്കാം 60-69 സീറ്റുകൾ വരെ വന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ 69 സീറ്റുകൾ കൂടാതെ ഇനി നമുക്ക് അടുത്തത് എന്താണ്, നമുക്ക് UDF നോക്കാം. UDF നോക്കുമ്പോൾ ഇതിലുള്ള 2 എക്സിറ്റ് പോളുകൾ, അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഈ പറയുന്ന പോലെ ആക്സിസ് മൈൻഡിയും JVCയുമാണ്. അത് രണ്ടും പറയുന്നത് 78 മുതൽ 90 വരെയാണ്. ആക്സിസ് മൈൻഡ് പറയുന്നത് അത് ഉറപ്പാണ്. പക്ഷെ JVC പോലും പറയുന്നത് 72 മുതൽ 84 വരെയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ദ ലോവസ്റ്റ് 72 വരെ എത്താം എന്നുള്ളതാണ്. ബാക്കി ഏതാണ്ട് ഒരു 5-6 സർവേകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 70ആണ്. ആർക്ക്? UDF പറയുന്നത് മിനിമം 70ആണ്. അതിൽ തന്നെ ഒരു 3-4 പേര് 5-7 പേര് വേറെ 6 പേര് പറയുന്നത് 63 മുതൽ 74 വരെയാണ്. ICPL പറയുന്നത്, PU ഇൻസൈറ്റ് പറയുന്നത് 66 മുതൽ 76 വരെയാണ്. ജെർണോമീൻ പറയുന്നത് 65 മുതൽ 80 വരെയാണ്. പീപ്പിൾ ഇൻസൈറ്റ് പറയുന്നത് 66 മുതൽ 76 വരെയാണ്. പീപ്പിൾ ഇൻസൈറ്റ് ഒന്നും നമ്മൾ കണക്കിലെടുക്കണ്ട കേട്ടോ, കാരണം അവർ BJPക്കാരുടെ 10 മുതൽ 14 സീറ്റ് വരെ പറഞ്ഞേക്കുന്നത്. അപ്പൊ CNN ന്യൂസ് 18 പറയുന്നത് 70 മുതൽ 80 വരെ സീറ്റാണ്. അതേസമയം LDF പറയുന്ന 58 മുതൽ 68 വരെ സീറ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ക്ലിയർ ആണ്, വളരെ നേരിയ മാർജിനിലാണ് ജയിക്കാൻ പോകുന്നതെന്നാണ് മഹാഭൂരിപക്ഷവും എന്ത് ചെയ്യുന്നത് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആക്സിസ് മൈ ഇന്ത്യയിൽ വിശ്വസിക്കണം. പക്ഷെ ആക്സിസ് മൈ ഇന്ത്യയിൽ വിശ്വസിക്കുമ്പോൾ പോലും there could be a chance 78 മാറാം എന്നും LDF സീറ്റുകൾ 62 മാറാമെന്നും അവര് എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ബേസിക്കലി ഒരു ടൈറ്റ് ഫൈറ്റ് ആണ്, നെക്ക് ടു നെക്ക് ഈ പറയുന്ന പോലെ ഫൈറ്റ് ആണ്. വലിയ നേരിയ മാർജിനിലായിരിക്കും ആരാണെങ്കിലും അധികാരത്തിൽ എത്താൻ സാധ്യത എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ആക്സിസ് മൈൻഡ് 90ഉം അതുപോലെ തന്നെ JVC പറയുന്നത് 84ഓളം സീറ്റുകളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇതൊരു ടൈറ്റ് ടു ടൈറ്റ് ഫൈറ്റ് ആണ്. ആ ഫൈറ്റിനിടക്ക് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത്തവണ ഒരു 5%, 6%, കഴിഞ്ഞ തവണ 5.9% വ്യത്യാസം ഉണ്ടായിരുന്നു. 12 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത്തവണ അത്തരം വോട്ടുകളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പൊ അത്തരത്തിൽ ഒരു 2-3 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമാണ് ഉണ്ടാകുന്നതെങ്കിൽ താങ്കൾ ഇപ്പൊ എഴുതി വെച്ചത് പറഞ്ഞോളൂ, ഇതെല്ലാം തന്നെ അടപടലം